السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സ്വാലിഹ അമലുകൾ നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. മഹാന്യരായ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഒരു ഹജ്ജിന്റെ വേളയിലാണ്. എല്ലാ ഹജ്ജാജിമാരും തൽബിയത്ത് മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ കഅബാലയത്തിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ട് സലാത്ത് മാത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന മന്ത്രധ്വനി മാത്രം ഉച്ചരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്തിനെ ആവർത്തനം ചൊല്ലുകയാണ്. ഹജ്ജിന്റെ എല്ലാ കർമ്മവും കഴിഞ്ഞതിന് ശേഷം മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടതാ കഅബാലയത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. അവസാനം അതാ ആ സ്വലാത്തിൽ കൊണ്ടിരുന്ന മനുഷ്യൻ അവിടെ കണ്ടുമുട്ടി. ആ മനുഷ്യൻ അടുത്ത് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഓ മനുഷ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന എല്ലാ മനുഷ്യരും അവിടുന്ന് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന മന്ത്രധ്വനി മാത്രം ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ മാത്രം എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഇത്രമാത്രം സലാത്തിനെ അധികരിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. അവിടുന്ന് ആ മനുഷ്യൻ പറയുകയാണ്, ഓ സുഫിയാൻ സൗരി തങ്ങളെ, ഞാനും എന്റെ പിതാവും കൂടി ഹജ്ജിന് വേണ്ടിയതാ കൂഫ പട്ടണത്തിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചതാണ്. ഞങ്ങളതാ യാത്ര ചെയ്ത് ഞാനും എന്റെ പിതാവും അതാ ഏകാന്തമായൊരു മരുഭൂമിയിൽ എത്തിപ്പെട്ടു. ആ സമയത്ത് എന്റെ പിതാവ് വളരെ ആരോഗ്യവാനായിരുന്നു. പക്ഷേ ആ സമയത്ത് പെട്ടെന്നതാ എന്റെ പിതാവ് രോഗബാധിതനായി എന്റെ പിതാവതാ ഈ ലോകത്തോടങ്ങ് വിട പറഞ്ഞു പോവുകയാണ്. ആരും സഹായത്തിനില്ലാത്ത ആ മരുഭൂമിയിൽ ഞാൻ കുറെ നടന്ന് അലഞ്ഞു തിരിഞ്ഞു. ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. ആരും സഹായത്തിനില്ല എന്ന് ഉറപ്പുവരുത്തി കൊണ്ടതാ ഞാൻ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് വന്ന് എന്റെ പിതാവിന്റെ കബറടക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞാൻ ചെയ്തു. എന്റെ പിതാവിന്റെ സജ്ജീകരണങ്ങളും ഞാൻ ചെയ്തുകൊണ്ട് എന്റെ പിതാവിന്റെ മുഖം വന്നൊരു പ്രാവശ്യം കൂടി കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടതാ എന്റെ പിതാവിന്റെ ശരീരത്തിലുള്ള കഫം പുടവർന്ന് ഇങ്ങനെ മാറ്റിയ സമയത്തതാ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പിതാവിന്റെ രൂപത്തിനങ്ങ് മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ആരും സഹായത്തിനില്ലാത്ത ഈ മരുഭൂമിയിൽ വെച്ച് എന്റെ പിതാവിന്റെ കോലം മറിച്ച കാരണം കൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമമായി. എന്നാലും ഞാനതെല്ലാം സഹിച്ചു. എന്നതാ കരഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പിതാവിന്റെ അടുക്കലിൽ നിന്നിങ്ങനെ കരയുകയാണ്. എന്റെ പിതാവിന്റെ കോലം നോക്കിയാൽ ഒരു കഴുത രൂപമാണ്. എവിടെ നോക്കിയാലും കഴുത രൂപമാണ്. കഴുതയുടെ തലയാണ് എന്റെ പിതാവിന്റെ മുഖം. അങ്ങനെ ഏതാ വിഷമത്താൽ എന്റെ പിതാവിന്റെ അടുക്കലിരുന്ന് ഞാൻ അങ്ങ് കരഞ്ഞ് അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഏതാ ഉറക്കത്തിനിടയിൽ ഞാനൊരു സ്വപ്നം കാണുന്നു. ദൂരെ നിന്നും അതാ ഒരു പ്രകാശപൂരിതമായ ഒരു മനുഷ്യൻ ദൂരെ നിന്നും ഇങ്ങനെ നടന്ന് വന്നുകൊണ്ട് എന്റെ പിതാവിന്റെ ചാരത്തവിടെ വന്നിരുന്നു. ആ വന്ന മനുഷ്യനതാ എന്റെ പിതാവിന്റെ ശരീരത്തിലുള്ള കഫംപട അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് എന്റെ പിതാവിന്റെ ശരീരമാസുകൾ ഒന്ന് തടവുകയാണ്. ആ സമയത്തതാ അത്ഭുതം തന്നെ. അതുവരെയും എന്റെ പിതാവിന്റെ കോലം അവിടുന്ന് പന്നിയുടമായിരുന്നു. പക്ഷേ ആ വന്ന മനുഷ്യൻ തടവിയ സമയത്തതാ സാധാരണ ഉണ്ടായിരുന്ന അതേ രൂപത്തിലേക്ക് മാറി. വീണ്ടും വന്ന മനുഷ്യനതാ എന്റെ പിതാവിന്റെ ശരീരമാസലം ഒന്ന് ഒരു പ്രാവശ്യം കൂടി തടവുകയാണ്. ആ സമയത്തതാ എന്റെ പിതാവിന്റെ ശരീരമാസുകളും അവിടുന്ന് പ്രകാശിക്കുന്നു. ആ വന്ന മനുഷ്യൻ ആരും സഹായത്തിനില്ലാത്ത ഈ സമയത്ത് എന്നെ സഹായിക്കാൻ വന്ന ഈ മനുഷ്യൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയോടെ ഞാൻ അങ്ങ് ചെന്ന് ചോദിച്ചു, ഓ മനുഷ്യ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയുകയാണ്, ഓ മോനെ, നിന്റെ പിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കോലം മരച്ച സമയത്ത് ഞാൻ ഇങ്ങനെ രക്ഷിക്കാൻ വന്ന ആരാണെന്ന് നിനക്കറിയേണ്ടത് ഞാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അവിടുന്ന് ഞാൻ ചോദിച്ചോ തങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആരുമാരും സഹായത്തിനില്ലാത്ത ഈ സമയത്ത് എന്റെ പിതാവിനെ എങ്ങനെ രക്ഷിക്കാൻ കാരണം എന്താണ്? എന്റെ പിതാവിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അവിടുന്ന് പറയുകയാണ്, ഓ മോനെ, നിന്റെ പിതാവിന് ഇങ്ങനെ കോലം മറിക്കാനുള്ള കാരണം നിന്റെ പിതാവിന് ജീവിതകാലത്ത് ഒരു വേണ്ടാത്ത ബിസിനസ് ഉണ്ടായിരുന്നു, ഒരു വേണ്ടാത്ത ഇടപാടുണ്ടായിരുന്നു. ആ ഇടപാട് കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരും നിനക്ക് സഹായത്തിനില്ലാത്ത ഈ സമയത്ത് വെച്ച് തന്നെ നിന്റെ പിതാവിന് ഇങ്ങനെ കോലം മറിച്ച് പരീക്ഷിക്കാൻ കാരണമെന്ന് പറയുകയാണ്. അവിടുന്ന് ഞാൻ ചോദിച്ചോ തങ്ങളെ, ഈ ആരും സഹായത്തിനില്ലാത്ത ഈ സമയത്ത് എന്റെ പിതാവിനെ തങ്ങൾ രക്ഷിക്കാൻ കാരണം എന്താണ്? അതും കൂടി എനിക്കൊന്ന് പറഞ്ഞു തരുമോ തങ്ങളെ? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ മോനെ, നിന്റെ പിതാവിന് എന്ത് വേണ്ടാത്ത ബിസിനസ് ഉണ്ടെങ്കിലും എന്ത് വേണ്ടാത്ത ഇടപാടുണ്ടെങ്കിലും നിന്റെ പിതാവിനൊരു നല്ല സ്വഭാവമുണ്ട് മോനെ. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ മേലിൽ ഒരു 111 സ്വലാത്ത് എന്റെ മേലിൽ ചൊല്ലാറുണ്ട് മോനെ. അത് കാരണമാണ് ആരും ഈ സഹായത്തിനില്ലാത്ത ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നെ സഹായിക്കാൻ വന്നു നിന്ന് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ അവസ്ഥയൊന്ന് നിങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ചു നോക്കൂ. നാം ആരെങ്കിലും ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഔലന്നാസി ബിയൗമിൽ ഖിയാമത്തി അക്സറുഹും അലൈഹി സ്വലാത്ത്. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ അവരെന്റെ മേലിൽ സ്വലാത്തിന് അധികരിപ്പിച്ചവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നാം നേർച്ചപ്പെടുത്തണം. ഒരു ദിവസവും ഞാൻ 10 സ്വലാത്തെങ്കിലും ചൊല്ലാതെ ഞാൻ എന്റെ ജീവിതത്തിൽ ഉറങ്ങുകയില്ല എന്നൊരു ശാഠ്യം നാം പിടിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.